അതായത് മികസാർ എപ്പോഴും നമ്മളോട് പറയാറുണ്ട്. ഇപ്പം നമ്മൾ ഭക്ഷണത്തിനുള്ള നമ്മളെ ചോറായാലും ബീഫായാലും മറ്റുള്ള മീനായാലും ഒക്കെ അതൊക്കെ നമ്മൾ അതിനുള്ള കാശ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണം. പിന്നെ അതിൻ്റെ കൂടെ വരുന്ന സൈഡ്, അതായത് ഉപ്പേരി, പപ്പടം, അച്ചാർ, അങ്ങനത്തെ സംഭവങ്ങൾക്കുള്ളത് മാത്രം നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അദ്ദേഹം അതൊരു രസകരമായിട്ട് പറയുകയാണെങ്കിലും അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരിക്കലും നമ്മൾ ഒരു 2 യൂണിറ്റ് മുതലേ വളർത്തിയെന്ന് വിചാരിച്ചിട്ട് 100% നമ്മൾ മറ്റുള്ള ജോലികൾ ഒഴിവാക്കിയിട്ട് ഇതിന് ഇൻവോൾവ് ആയിട്ട് കാര്യമല്ല. അങ്ങനത്തെ ഒരാൾക്കാണ് ഇത് നഷ്ടങ്ങൾ സംഭവിക്കുന്നു, കൃഷി നഷ്ടം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് അങ്ങനെയുള്ള ടീമുകളാണ്. ഇപ്പം ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ ഇതിൻ്റെ ഒരു സൈഡായിട്ട് കൊണ്ടാണ് ഞാൻ എൻ്റെ മോയിൽ ഫാം കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഈ ഒരു 2005 മുതൽ ഈ 15 വർഷത്തോളം ഞാനിത് തുടർച്ചയായിട്ട് ഇത്ര നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടും കൂടി ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പല സന്ദർഭങ്ങളിലും വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട സ്ഥിതികൾ വരാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവരാണ് ഇത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വൈഫിനോ അല്ലെങ്കിൽ മറ്റുള്ള ആർക്കെങ്കിലും ചെയ്യാൻ ഉതകുന്ന